Hi dears, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയുടെ ഫ്ലേവറിലുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചക്ക ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അരി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ആദ്യം ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4-5 അച്ചൊക്കെ ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 അച്ച് ഇതുപോലുള്ളൊരു 6 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു അരിയുടെ അളവിലേക്ക് ഇത് കറക്റ്റ് മധുരമാണ്. പിന്നെ നമ്മൾ ചക്കയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരം കൂടെ ഉണ്ടാവും. അപ്പോൾ അതാ ശർക്കര നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനിയിലാണ് കേട്ടോ അരി അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിയുടെ കൂടെ തന്നെ ഒരു 3 ചെറുപഴം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറുപഴം ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു 2 മതി കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ ഒരു 2 ബാച്ചായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യത്തെ ബാച്ചിലേക്ക് 2 പഴം എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് രണ്ടാമത്തെ ബാച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിയാൻ ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അരിയുടെ ആ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അരി വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു തരി ഉണ്ടാവും കേട്ടോ. നമ്മൾ ശർക്കര വെള്ളത്തിൽ എങ്ങനെ അരച്ചെടുത്താലും കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ രണ്ടാമത്തെ ബാച്ചിലേക്കാണ് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ചക്ക വരട്ടിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്ക വരട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഞാനിവിടെ രണ്ടാമത്തെ ബാച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചക്ക വരട്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഒരു പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം അരഞ്ഞു വരുമ്പോൾ വെള്ളം കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാരണം നമ്മളിതിൽ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുത്തത് കൊണ്ട് അരഞ്ഞു വരുമ്പോൾ കുറച്ച് മാവ് ടൈറ്റായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജാറിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ മാവ് ഒരുപാട് ടൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദ ഒന്നും കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. പിന്നെ ഇത് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൂസായിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. ഇനി മാവിലേക്ക് മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കൊപ്രത്തേങ്ങയാണ് കേട്ടോ. ഇതുപോലെ വെള്ളം വറ്റിയിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് പീസാക്കിയിട്ട് നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇനി നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ സാധാരണ പച്ചത്തേങ്ങയൊക്കെ ആണെങ്കിൽ ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ, വെള്ളം വറ്റിയിട്ടുള്ള തേങ്ങ. അപ്പോൾ നമുക്ക് അപ്പത്തിൽ ഇങ്ങനെ കടിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഈ മാവിലേക്ക് ഞാൻ ഒരു 3/4 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ കടിക്കാൻ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പം ചുടാനുള്ള ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മാവ്. അപ്പോൾ ഗ്ലാസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ആ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറംഭാഗമൊക്കെ ബ്രൗൺ കളറായിട്ട് വരും, അകത്തോട്ട് വേവില്ല. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്, കാരണം ഇത് ഇരുമ്പിൻ്റെ ചട്ടിയും കൂടാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടിരിക്കും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു കളറായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ ചൂടായതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, നല്ല സ്പോഞ്ച് പോലെയുള്ള അപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.